രാജ്യത്തെ പെട്രോൾ വില കുത്തനെ കുറയുമെന്ന അഭ്യൂഹം ശക്തമായ രീതിയിൽ പരക്കുന്നുണ്ട്. ശരിക്കും പെട്രോളിൻ്റെ വില അങ്ങനെ കുറയുമോ? അതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് അമേരിക്കയിലെ US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ EIA അവരാണ് ഇത് സംബന്ധിച്ചൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അവരുടെ പ്രവചനമാണ് വാസ്തവത്തിൽ. കാരണം ഇപ്പോൾ നിലവിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നുണ്ട്. ബാരലിന് $80 ആയിരുന്നത് ഇപ്പോൾ ശരാശരി $71 നിൽക്കുകയാണ്. അത് ആ $71 എന്നുള്ളത് വാസ്തവത്തിൽ ഇപ്പോൾ ഇന്നത്തെ വില എടുത്ത് നോക്കിയാൽ, അതായത് ഇന്നലെ ബാരൽ $65 വിറ്റിരിക്കുന്നത് ക്രൂഡ് ഓയിൽ. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ വലിയ കോമ്പറ്റീഷൻ നടക്കുകയാണല്ലോ. റഷ്യയിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. അതുപോലെ തന്നെ അങ്ങനെ എണ്ണ ഇറക്കുമതി ചെയ്തതിന് ശേഷം അത് വിവിധ ഉൽപ്പന്നങ്ങളാക്കി നമ്മൾ വിൽക്കുന്നു. പെട്രോള്, ഡീസൽ, കെറോസിൻ ഒക്കെ ആക്കി നമ്മൾ വിൽക്കുന്നുണ്ട്. ഇന്ത്യക്ക് അക്കാര്യത്തിൽ നല്ല ലാഭവും കിട്ടുന്നുണ്ട്. ഈ ചെറിയ മൂന്നാം ലോക രാജ്യങ്ങൾക്കെല്ലാം നമ്മൾ ഈ സാധനം കൊടുക്കാനുള്ള ആ രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. അത് കൂടുതൽ വിപുലമാകുകയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്, നമുക്ക് സംവിധാനങ്ങളുണ്ട്. മാത്രമല്ല ട്രാൻസ്പോർട്ടേഷനും ലോജിസ്റ്റിക്സും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈസിയാണ്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് തന്നെ അറബ് രാഷ്ട്രങ്ങൾ ഈ എണ്ണയുടെ വില വലിയ തോതിൽ കുറച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അവർക്ക് ഈ എണ്ണ ഉൽപ്പാദനം, കുഴിച്ചെടുക്കുന്ന എണ്ണ കൃത്യമായിട്ട് ക്രൂഡ് ഓയിൽ വിറ്റ് പോയില്ലെങ്കിൽ അതവർക്ക് വലിയ നഷ്ടമാണ്. ഈ റഷ്യയുടെ കടന്നുവരവും ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള വ്യാപാരവും വലിയ തോതിൽ ഇവരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വാസ്തവത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം ഈ അറബ് രാഷ്ട്രങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന അമേരിക്കൻ കമ്പനികൾക്കും ബ്രിട്ടീഷ് കമ്പനികൾക്കും വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിനെ തടയാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ കച്ചവടം നമുക്ക് മനസ്സിലാവുമല്ലോ. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പോയാൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $52 ആകും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് ഈ പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ ഈ EIA എന്ന് പറയുന്ന US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രവചനമാണ്. അതുപോലെ തന്നെ മറ്റൊരു സാമ്പത്തിക ധനകാര്യ സ്ഥാപനമായ JP മോർഗൻ്റെ വിലയിരുത്തലിൽ അത് $58 ആകും എന്നാണ്. എന്തായാലും വലിയ ഒരു കുറവ് ഈ എണ്ണ വിലയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാണ്. അത് ഇപ്പോൾ ഇവരെല്ലാവരും ഈ ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ, സാമ്പത്തിക വിദഗ്ധർ ഒക്കെ ഈ വിഷയത്തിൽ വലിയ കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരിത് പ്രവചിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ പെട്രോളിൻ്റെ വില ഏകദേശം ഇപ്പോഴുള്ളതിനേക്കാൾ, ഇപ്പോൾ നമുക്ക് കേരളത്തിൽ 107 രൂപയാണ് 1 ലിറ്റർ പെട്രോളിന് നമ്മൾ കൊടുക്കുന്നത്. അത് സർക്കാർ എക്സൈസ് ഡ്യൂട്ടിയിൽ വർധന വരുത്തിയില്ലെങ്കിൽ അത് ഏതാണ്ട് നമുക്കൊരു 70 രൂപയ്ക്ക് താഴേയിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ എന്തായാലും ഒരു 80 രൂപയ്ക്ക് താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇനി ഈ നാമമാത്രമായ ഒരു വർധന എക്സൈസ് ഡ്യൂട്ടിയിൽ വരുത്തിയാൽ പോലും നമുക്ക് 80 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ കൊടുക്കാൻ സാധിക്കും. അതിനോടടുത്ത് തന്നെ ഡീസലും ഇപ്പോഴുള്ളതിൽ നിന്ന് നല്ല രീതിയിൽ വില കുറച്ച് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഈ പൊതുഗതാഗതത്തിൻ്റെ വിലയും, അതായത് ടിക്കറ്റ് നിരക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രാൻസ്പോർട്ടേഷൻ സാധനങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നത്, പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ ഉള്ള സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ, അതിലുമൊക്കെ വലിയ മാറ്റം വരും. അത് വലിയ രീതിയിൽ രാജ്യത്ത് വിലക്കുറവിന് കാരണമായേക്കും എന്നും സൂചനയുണ്ട്. ഈ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സർക്കാരുകൾക്ക് സാധിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം GSTയിൽ വന്നിരിക്കുന്ന കുറവ് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂട്ടത്തിൽ ഈ എണ്ണ വില കൂടെ കുറഞ്ഞാൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില താരതമ്യേന കുറയുകയും അത് പൊതുവിപണിയിൽ പ്രതിഫലിക്കുകയും ചെയ്യും എന്നാണ് ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധരും ഈ ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ വിലയിരുത്തുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, അറബ് രാഷ്ട്രങ്ങൾക്ക് ഇന്ന് ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഈ പറഞ്ഞ ഇന്ത്യ-റഷ്യ ബന്ധം. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് അവരുടെ കച്ചവടത്തെ, നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ആവശ്യത്തിൻ്റെ 33% മാത്രമാണ് നമ്മൾ റഷ്യയുമായിട്ട് കച്ചവടം നടത്തുന്നത്. അതേസമയം നമ്മൾ അമേരിക്കയുമായിട്ടും നമുക്ക് കച്ചവടമുണ്ട്,
അതുപോലെ അറബ് രാഷ്ട്രങ്ങളുമായിട്ടുണ്ട്, സൗദിയുമായിട്ടും ഖത്തറുമായിട്ടും ഒക്കെ നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. നമ്മൾ അവരിൽ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ വെറുപ്പിക്കാൻ പറ്റില്ല. ഇന്ത്യക്ക് ഇപ്പോൾ 33% റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്ന് പറഞ്ഞ് നാളെ സൗദിക്ക് ഞങ്ങൾ എണ്ണ തരാൻ തയ്യാറല്ല കേട്ടോ, നിങ്ങൾ ബാക്കി കൂടി റഷ്യയിൽ നിന്ന് വാങ്ങിച്ചോ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അത് പോകില്ല. കാരണം അവരെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന, ഖനനം ചെയ്തെടുക്കുന്ന എണ്ണ കൃത്യമായിട്ട് അതിനുള്ള വിപണി കണ്ടെത്തിയത് വിറ്റേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ വലിയ നഷ്ടത്തിലേക്ക് അവർ കൂപ്പുകുത്തും. അത് അവരെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് തന്നെ അറബ് രാഷ്ട്രങ്ങളൊന്നും നിലവിലെ കച്ചവടം നിലനിർത്താനല്ലാതെ അതിനെ തകർക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നാക്കം പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനൊരു നിലപാടിലേക്ക് അവർ പോകില്ല എന്നാണ് ധനകാര്യ സ്ഥാപനങ്ങളും സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. അപ്പോൾ ഈ റഷ്യയുമായിട്ട് നടത്തുന്ന കച്ചവടം, റഷ്യ ഇപ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ആ വാർത്ത പുറത്തു വന്നത്, റഷ്യ വീണ്ടും എണ്ണ വില കുറയ്ക്കുകയല്ല ചെയ്തത്, മറ്റ് ചില ആനുകൂല്യങ്ങൾ അതിന് പ്രഖ്യാപിച്ചു, ചില സബ്സിഡികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് റഷ്യ. മാത്രമല്ല റഷ്യ ചെയ്യുന്നത് ഇന്ത്യൻ റുപ്പിയിലാണ് കച്ചവടം നടത്തുന്നത്, ഇന്ത്യൻ കറൻസിയിലാണ് കച്ചവടം നടത്തുന്നത്. ഇപ്പോൾ UAE ഇന്ത്യയുമായിട്ട് ഇന്ത്യൻ കറൻസിയിൽ കച്ചവടം നടത്തുന്നുണ്ട്. അതുപോലെ ഇറാൻ നടത്തുന്നുണ്ട്. ഈ ഇറാനിലും വലിയ രീതിയിൽ എണ്ണ പ്രകൃതിവാതക നിക്ഷേപങ്ങളുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടാണ്. ഇന്നിപ്പോൾ റഷ്യയിൽ നിന്ന് നേരിട്ട് പ്രകൃതിവാതകവും മറ്റും പൈപ്പ് വഴി കൊണ്ടുപോകുന്നത് യൂറോപ്പിലേക്കാണ്. യൂറോപ്പിന് ഈ റഷ്യയുടെ പ്രകൃതിവാതകങ്ങൾ ലഭിച്ചില്ലെങ്കിൽ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ തണുത്ത് മരവിച്ചു പോകും. വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവും. അവർക്ക് ഈ കൽക്കരിയൊക്കെ വാങ്ങിച്ചിട്ട് കത്തിക്കാൻ ഇനി അതൊക്കെ വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ പാരിസ്ഥിതിക സന്തുലനത്തെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് അവർക്ക് പോകാൻ സാധിക്കില്ല. ഈ റഷ്യയിൽ നിന്ന് ഇതെല്ലാം വാങ്ങുന്നവരാണ് നമുക്കെതിരെ എണ്ണ വാങ്ങുന്നതിനെ ഉപരോധിക്കാൻ വരുന്നത്. അത് മറ്റൊരു വൈചിത്ര്യമാകുന്ന ഒരു നിലപാടാണ്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഇന്നിപ്പോൾ ഇറാനാകട്ടെ, റഷ്യയാകട്ടെ, അറബ് രാഷ്ട്രങ്ങളാകട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ സംരക്ഷിക്കുന്ന വിധത്തിൽ നിലപാടെടുക്കുന്നവർ, ഇവരോടെല്ലാം നമ്മൾ അനുഭാവപൂർണമായ ഒരു സമീപനം സ്വീകരിക്കും. നമുക്ക് അക്കാര്യത്തിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. നമ്മൾ നിലപാട് മാറ്റിയിട്ടുമില്ല. നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ എണ്ണ വിലയിൽ വരുന്ന കുറവും നമ്മുടെ രാജ്യത്ത് പ്രതിഫലിക്കുകയുള്ളൂ. ഈ ബാരലിന് $52 എണ്ണ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. 58 ആണെങ്കിൽ കൂടി നമ്മളതിൽ ഒട്ടും മടിക്കേണ്ട, എണ്ണ വാങ്ങാം. ഈ നമ്മൾ വാങ്ങുന്ന എണ്ണ, രസകരമായൊരു കാര്യം, അത് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്ത് പെട്രോളും ഡീസലും ഒക്കെ ആക്കി വിൽക്കുന്ന കാര്യം പറഞ്ഞു. ആ വിൽപ്പന നമുക്ക് വലിയ തോതിൽ കൂട്ടാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ സൗദിയിലാകട്ടെ അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളിലാകട്ടെ ഇത് പ്രോസസ്സ് ചെയ്ത് പെട്രോളും ഡീസലും ഒക്കെ ആക്കുന്ന സംവിധാനം വളരെ കുറവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കയെയോ ഏതെങ്കിലും ബ്രിട്ടീഷ് കമ്പനികളെയോ ഒക്കെ ആശ്രയിക്കാതെ പറ്റില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് മുന്നും പിന്നും നോക്കാനില്ല. വളരെ കൃത്യമായിട്ട് ക്രൂഡ് ഓയിൽ എത്ര ബാരൽ വേണമെങ്കിലും വാങ്ങാം. അത് എത്ര ബാരൽ വാങ്ങിയാലും നമുക്ക് വിഷയമല്ല. അതിനെ നമുക്ക് വേർതിരിച്ച് പെട്രോളും ഡീസലും ഒക്കെ ആയി അതിനെ ഒട്ടും ചോർന്നു പോകാതെ, നഷ്ടം വരാതെ വളരെ കൃത്യമായിട്ട് ആവശ്യക്കാർക്ക് എത്തിച്ചത് വിൽക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള സംവിധാനവും സാങ്കേതിക വിദ്യയും നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ 4-ൽ നിന്ന് 3-ലേക്ക്, 3-ാം സ്ഥാനത്തേക്ക് GDP വളർച്ച കൂട്ടാൻ നിൽക്കുന്ന ഭാരതത്തിന്, ഇന്ത്യക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ടാകുമെന്ന് തീർച്ചയാണ്. അങ്ങനെ ഈ ബാരലിന് എണ്ണവില, ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $52 $58 ആയാൽ അത് വലിയ മാറ്റങ്ങൾ ഇന്ത്യയിൽ അടക്കം കൊണ്ടുവരും എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രതീക്ഷ.